ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഹായ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ പെരിയയിലെ ഇയാമ ജോ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ വന്നിരുന്നത്. അപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇതിൻ്റെ പുസ്തകത്തിൻ്റെ രചയിതാവെന്നാണ് OK പ്രഭാകരനാണ്. പുസ്തകത്തിൻ്റെ പേര് ഇയാമ ജോ. അപ്പം ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ നടക്കുന്ന പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും വീക്ഷിക്കാം. ഓക്കെ. പൂർണ്ണരൂപത്തിലേക്ക് രൂപകരം അതുപോലെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനന്തേട്ടൻ ഏറെ സ്നേഹത്തിലെല്ലാം പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 3ഓളം പുസ്തകങ്ങൾ എഴുതിയുള്ള ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ അധ്യക്ഷ വഹിക്കുക എന്നുള്ളത് വലിയൊരു ചുമതലയാണ്. കാരണം ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, എഴുത്തുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ പുസ്തകത്തിലെ ചില ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്
ഈ പുസ്തകം നമുക്ക് വളരെ സന്തോഷത്തോടും ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കാം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഞാൻ കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രോഗ്രാം ഓഫീസർ ആയതുകൊണ്ടല്ല എൻ്റെ ഇവിടുത്തെ വിളിച്ചിട്ടുള്ളത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായും അല്ലാതെ നിരവധി പരിപാടികളിൽ കേരളത്തിലുടനീളം പങ്കെടുക്കേണ്ടതായി വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ചെയ്യുന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ദീർഘകാലം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും പല ഊരുകളിൽ യാത്ര ചെയ്യുകയും എത്രയോ രണ്ട് വരികൾ മാത്രമാണ് അത്. അന്നത്തെ കാലത്ത് ആൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ജന്മി ഒരു തേങ്ങയും ഒരു ചമ്പതമാണ്. കുട്ടിയെ ജന്മിമാരറിയാതെ വീട്ടിനുള്ളിൽ വളർത്തുന്നുണ്ട്. ഈ ഒരു കത്തി ഇത്രയും രൂപങ്ങളോടുകൂടി ഈ ഓരോ മുരളി കണ്ടിട്ടുണ്ട്. ഞങ്ങളും പഠനത്തിന്റെയും അതുപോലെ നിരവധി ആളുകളുമായിട്ടുള്ള സംസാരത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ് ഈ പുസ്തകത്തിന്റെ ബൃഹത്തായ ഉള്ളടക്കം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊരു പുസ്തകത്തിന്റെ അവലംബമോ അടിസ്ഥാനമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകത്തെ ചെയ്യുക എന്ന് പറയുന്നത് ആ പഴയ പോരാട്ടത്തിന്റെ ഒരു പുതിയ അധ്യായം കൂടിയാണ് എന്നുള്ള കാര്യം. പട്ടിണിയായ മനുഷ്യനെ ഒരു പുസ്തകം കയ്യിലെടുക്കണോ എന്ന് പറഞ്ഞപ്പോഴേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിലപ്പോൾ നിങ്ങളിൽ ബിഷപ്പിന്റെ വിളി വന്ന് പാട്ട് ഇത്രയുണ്ടോ അത് 8 പേജുകളിൽ കാട്ടിൽ അവരുണ്ടാവുന്ന അനുഭവങ്ങളും ഒക്കെയാണ് അതിൽ പറഞ്ഞു. പക്ഷേ ഒരു ചരിത്രത്തെ എങ്ങനെ ഒരു സമൂഹം നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് പുസ്തകത്തിലെ മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ ആഗ്രഹം കൂടി ഞാൻ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കാര്യമാണ്. എൻ്റെ സഹോദരൻ ഓക്കെ പ്രഭാകരൻ ഞാൻ പോസ്റ്റൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിനു മുന്നേ ഒരുപാട് മുന്നേറ്റങ്ങൾ നടന്ന ഒരു ജില്ലയാണ് നമ്മളുടെ. നമ്മളെല്ലാം വളർന്നു വന്നത് MCM-ലൂടെ MCM എന്ന സംഘടനകളുടെ സാംസ്കാരിക മുന്നേറ്റത്തിലൂടെയാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. ഇപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഞാൻ രാവിലെ നമ്മളെ കണ്ടക്ടർ വിളിച്ചായിരുന്നു. ഈ ഇങ്ങനെ പറയുമ്പോൾ പല എന്നിരുന്നാലും ഗോത്രജനതയുടെ സംസ്കാരത്തെ പറ്റിയും ചരിത്രത്തെ പറ്റിയും നല്ലൊരു വായനാനുഭവം ഈ പുസ്തകം പ്രദാനം ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പലരും ഭയക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കാനാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പുസ്തകം ഒരുപാട് വായിക്കപ്പെടണമെന്ന് ഞാൻ നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് എഡിഷനുകൾ വരട്ടെ. പുസ്തകം എഴുതിയ ആൾക്കും എൻ്റെ എല്ലാവരുടെ ആശംസകളും. നമ്മുടെ പൂർവികർ പാടി വെച്ച പാട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പ്രഭാകരൻ, നമ്മുടെ ഗ്രന്ഥകാരൻ പ്രഭാകരനെ ഉള്ളവർ വിളിച്ചെടുത്തുകൊണ്ട് വരുന്നു. അതിലേറെ അഭിമാനം ഗ്രന്ഥകാരൻ. തരത്തിലുള്ള പല പുസ്തകങ്ങളും നമ്മൾ കയ്യിലെടുത്ത് നോക്കിയാൽ വായനയിലെടുത്താൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആ കാലഘട്ടത്തിന്റെ അടുക്കും നമ്മുടെ വർഗത്തിന്റെ മുന്നേറ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ വർഗത്തിന് പ്രചോദനമാകുന്ന മംഗലങ്ങളി പാട്ടിൽ നമ്മൾ അടിച്ചമർത്തിയതിൽ ത്യാഗോജ്ജലമായ പോരാട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു തന്ന ഒരു വലിയ വ്യക്തിത്വമാണ് പ്രഭാകരൻ. നമുക്കറിയാം, ഇപ്പോൾ കിഴക്കെടുത്ത് പറഞ്ഞതുപോലെ ഈ മംഗലങ്ങളി പാട്ട് പൂർവികർ പറഞ്ഞു തന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ
മുൻകാലത്തൊക്കെ നമ്മുടെ വലിയച്ഛന്മാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മംഗളമല എന്ന് പറയുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആദിവാസി വിഭാഗം ആരുമായിക്കോട്ടെ മാവിലൻ മലവെട്ട വിഭാഗങ്ങളിൽപ്പെടുത്ത എല്ലാ ആൾക്കാരുടെയും ഒരു വികാരമാണ്. എവിടെയൊരു മംഗളമലിന്റെ പാട്ട് കേട്ടാലും നമ്മുടെ കാലിൻ്റെ അടിയിൽ തരിപ്പ് വരും കളിക്കാൻ. അങ്ങനെയാണ് നമ്മൾ ഈ മംഗളമലിനെ കൊണ്ടുപോകുന്നത്. മാവിലൻ മലവെട്ട വിഭാഗത്തിൽപ്പെടുത്ത എല്ലാ ആൾക്കാരും അങ്ങനെയുള്ള ഒരു മംഗളമലിന്റെ പാട്ടുകളൊക്കെ നമുക്ക് അറിയുന്നുണ്ടെങ്കിലും അതിനൊന്നും അർത്ഥതലങ്ങൾ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. എന്ന് ഞാൻ ഈ പുസ്തകം വായിച്ചു അന്ന് തൊട്ട് ഒരു നെഞ്ചിലൊരു വല്ലാത്തൊരു സങ്കടമാണ്. അത് എന്താന്ന് പറഞ്ഞാൽ ഇനി ഈ അമ്മ കേൾക്കുമ്പോൾ തലച്ചുകൊണ്ടുള്ള ഒരു തരിപ്പ് വരുന്നത് ഒരു സങ്കടം പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് കാസർഗോഡ് ജില്ലയിലെ മാവിലകളുടെയും മലവെള്ളത്തിന്റെയും ചരിത്രം എന്ന് നിലവിലില്ല. അപ്പൊ അതുകൊണ്ട് മാവില മലവെള്ളത്തിന്റെ ചരിത്രങ്ങൾ രചിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് നമ്മൾ തയ്യാറാവണം എന്ന രീതിയിൽ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ ശ്രീധരൻ എന്ന് പറയുന്ന ഫോക്ലോർ അക്കാദമിയുടെ ഒരു പ്രവർത്തകനാണ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നതിന് വേണ്ടി ഒരാളെ വേണം എന്ന് അന്വേഷിച്ചപ്പോ സി ജയകൃഷ്ണൻ നിർദ്ദേശിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ 1993 കാലഘട്ടങ്ങളിൽ 91, 92, 93 കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ ഒരു അന്വേഷണം എന്ന രീതി എന്നെ ഏൽപ്പിക്കുന്നത്. അന്ന് എനിക്ക് 25 രൂപയും ഒരു ടാപ്പും കുറച്ച് ബുക്കുകളും പേനകളും എന്നോട് പറഞ്ഞു നിങ്ങൾ സഞ്ചരിച്ചോ എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം എല്ലാ മേഖലകളിലും സഞ്ചരിച്ചു. അതില് സഞ്ചരിച്ച് കിട്ടിയ പുസ്തകത്തിന്റെ എല്ലാ ചരിത്രം എന്ന രീതിയിൽ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ എന്റെ രൂപീകരിച്ചപ്പോൾ ഞാൻ എല്ലാ ഊരുകളിലേക്കും പോയി ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ പ്രായമുള്ളവരും ഒക്കെയാണ്, കഴിവുള്ളവരൊക്കെയാണ്. ഇവരെ പറയുമ്പോൾ ഈ ഇത്തിരി പോകുന്ന ചെറിയ ചെക്കൻ എന്താണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാനുള്ളത് എന്നാണ് അവർക്ക് സംശയം ഉണ്ടായിരുന്നത്. ഞാൻ 1-2 മണിക്കൂർ ക്ലാസ് എടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ തമ്മിലേ പോകും. കാരണം അവിടെ എപ്പോഴും വൈകുന്നേരം കൊടികൊട്ടും പാട്ടും ഈ കാര്യം തന്നെയാണ്. ഏകദേശം രാത്രി 1-2 മണിക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളൊക്കെ ഉറങ്ങുന്നത്. അത് ശ്രീധരനും അവിടെയുള്ള ആ കുളത്തൂരിന്റെ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാർ പാട്ട് പഠിക്കുമ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് ഞാൻ അന്ന് ചെയ്തത്. ഇതിനെക്കുറിച്ച് അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചില്ല. പക്ഷെ ആരോ പറഞ്ഞത് മേലെ പറഞ്ഞ കുറച്ച് പാട്ടുകൾ മാത്രമാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഈ പുസ്തകം എഴുതേണ്ടത് ഞാൻ തന്നെയാണ് എന്നൊരു തീരുമാനത്തിലെത്തി. ഈ പുസ്തകം എഴുതേണ്ടത് ഞാൻ തന്നെയാണ്, മറ്റാരുമല്ല. അങ്ങനെയാണ് ഞാൻ ഗുരുക്കന്മാരുടെ ഇടയിലും കാര്യമായി പഠനം നടത്തിയത്. ആ പഠനത്തിൽ ഒരു കാര്യം മനസ്സിലായി. ഈ പുസ്തകങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ചരിത്രങ്ങൾ പ്രതിപാദിക്കുന്നില്ല. ചരിത്രങ്ങൾ പ്രതിപാദിക്കത്തക്ക രീതിയിലുണ്ട്. അതിനുവേണ്ടി ഞാൻ ലളിതകല അക്കാദമിയിൽ പോയി കുറെ കാര്യങ്ങൾ പിന്നെയാണ് മനസ്സിലായത് നമ്മുടെ അങ്ങോട്ടൊക്കെ തോന്നുന്നു നമ്മുടെ ഗുരുക്കന്മാർ തന്നെ ഈ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എന്ന് പിന്നീട് എനിക്ക് മനസ്സിലാക്കുകയും ഞാൻ ആ പുസ്തകത്തെ അങ്ങനെ ഒരു കാര്യങ്ങൾ കുറിച്ചിടാൻ തുടങ്ങി. വി കെ അനിൽകുമാർ സാർ പറഞ്ഞതുപോലെ അത് കുറിച്ചിടാൻ തുടങ്ങി എന്നതാണ്. അപ്പൊ അതേ കാലഘട്ടത്തിൽ തന്നെ സുരേഷ് എന്ന പുസ്തകം എഴുതപ്പെടുന്നത്. ഈ പുസ്തകം എഴുതാനുള്ള വേറൊരു കാര്യമാണ് കല്യോട്ടിൽ നിൽക്കുമ്പോൾ കുംഭ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. ഈ കുംഭ എന്ന് വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മോട് പറയുന്ന തർക്കിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മയ്യൻ വേട്ട് ഇത് ഇപ്പൊ ഉണ്ടായതാണ്, ഇതൊന്നും ഇല്ലാത്തൊരു കാലമുണ്ട്. ഇപ്പോഴാണ് നിങ്ങൾ മയ്യൻ വേട്ടുവനായത്. പണ്ട് ഞങ്ങൾ മയ്യനുമില്ല വേട്ടുവനല്ല, നമ്മൾ ഒന്നാണ്. നമ്മുടെ കണ്ടത്തിൽ വഴിയെടുക്കുമ്പോൾ ഒന്നാണ്, നമ്മുടെ കണ്ടത്തിൽ പിന്നെ അടികൊള്ളുമ്പോൾ ഒന്നാണ്. അവിടെ മയ്യനില്ല വേട്ടുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ കുറച്ചുകൂടി ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് മനസ്സിലായി. അങ്ങനെയാണ് അവിടുന്നാണ് ഈ പറയുന്ന കുംഭ അമ്മയുടെ ചരിത്രം തുടങ്ങുന്നത്. അവർ പോയി അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഈ കുഞ്ഞിനെ കണ്ടെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ ഈ കൃഷ്ണവില്ലിച്ചൻ, ഇപ്പൊ ഇവിടെ നേരത്തെ കൃഷ്ണവില്ലിച്ചന്റെ അച്ഛനെ തൂണിൽ കെട്ടിയിട്ട് തല്ലുന്ന സമയത്ത് ആ തല്ലുന്ന സീൻ അദ്ദേഹം നേരിട്ട് കണ്ടാണ്. 10-80 കൊല്ലം അദ്ദേഹം ആ ഹൃദയത്തിലെ സൂക്ഷിച്ചു കൊണ്ടുപോയി നടത്തുന്നതാണ് യാഥാർത്ഥ്യം. കൃഷ്ണവില്ലിച്ചനെ പോലുള്ള എത്ര ആൾക്കാർ ഇവിടെ ഇത്തരം രഹസ്യങ്ങൾ, എത്ര നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ, പീഡനത്തിന്റെ രഹസ്യങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടാവും.
ഇവിടെയാണ് അക്ഷരം കിട്ടി ഇത്രയും വർഷമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. ആരാണ് നമ്മുടെ സമൂഹത്തിന്റെ അക്ഷരങ്ങൾ കുറിച്ചിടേണ്ടത്? ആരാണ് നമ്മുടെ സമൂഹത്തിന്റെ കാര്യങ്ങൾ പറയേണ്ടത്? ഈ ചരിത്ര ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ആരാണ്? മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു ചിന്തകളിലേക്കും കാര്യങ്ങളിലേക്കും പോയത്. ആദ്യം ഏനുകുടി എന്ന സിനിമയാണ്. ആ ഏനുകുടി എന്നുള്ള സിനിമയിൽ നിന്നാണ് കൂടുതൽ ഗഹനമായിട്ടുള്ള പഠനങ്ങളിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഈ ഇരിക്കുന്ന സമയത്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പിടികിട്ടുന്നത്. അങ്ങനെയാണ് പുസ്തകം എന്ന വായന എഴുതുന്നത്. അവസാനത്തെ രംഗം ഞാൻ എഴുതിയത് ഏകദേശം ഒരു 10 മണിയോടുകൂടി, രാത്രി 10 മണിയോടുകൂടിയാണ് അവസാനത്തെ രംഗം എഴുതുന്നത്. ആ രംഗം എഴുതുന്നത് എന്റെ റൂമിനകത്ത് വെച്ചാണ് അവസാനം. അതായത് ദിക്കൻ എന്ന് പറയുന്നയാള് പിന്നെ രാത്രിയായി. ഈ രാത്രിയായിട്ട് പോലും ദിക്കനോട് പണിയെടുക്ക് എന്ന് പറയുന്നു. നമ്മുടെ പണിയെടുക്ക് എന്നാണ് പറയുന്നത്. ഇവൻ ചെറിയ ചെക്കനാണ്, മുഴുവൻ ഇരുട്ട് പകർന്നു. ഇവന്റെ വീട് എവിടെയാണെന്ന് അറിയില്ല, കുടി എവിടെയാണെന്ന് അറിയില്ല. അതിന് വളരെ കഠിനമായ പ്രയത്നം എടുക്കേണ്ടതുണ്ട്. അതിന് ഒരുപാട് ആൾക്കാരുടെ പിന്തുണ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. യാമാജോ എന്ന പുസ്തകം ഒരു 3 പ്രാവശ്യം വായിച്ചാൽ മാത്രമേ അത് ഒരാൾക്ക് ഘനമായി പഠിക്കാൻ കഴിയൂ എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ്. 3 പ്രാവശ്യമെങ്കിലും പഠിക്കണം. തുടർന്ന് ഇനിയിപ്പം ഇവിടെ എത്തിച്ചേർന്ന ഭാസ്കര ഗുരുക്കളാണെങ്കിലും മാധവ ഗുരുക്കളാണെങ്കിലും ഒക്കെ തന്നെ അവരുടെ തലച്ചോറ് ചിന്തകളിൽ ഒരുപാട് അറിവുകളുണ്ട്. ശ്രീധരട്ടന്റെ കയ്യിൽ അല്ലെങ്കിൽ കണ്ണൻ ഗുരുക്കളുടെ കയ്യിൽ ഇവിടെ നിൽക്കുന്നവരെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇവരുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് ചരിത്രമില്ല. എന്നാൽ ശ്രീധരട്ടനെയോ അല്ലെങ്കിൽ ഭാസ്കര ഗുരുക്കളെ കണ്ണൻ ഗുരുക്കളെ ഇവരോടൊന്നും ബഹുമാനിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥ ചരിത്രം അവരുടെ തലച്ചോറുകളിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ അത് ആവശ്യപ്പെടുന്ന ഒരു തലമുറ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിന് എല്ലാ ഊരുകളിലും ഇതിന്റെ ഒരു പുസ്തക ചർച്ച സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടുത്തെ യുവാക്കളെയും അവിടുത്തെ ആൾക്കാരെ വിളിച്ചുകൂട്ടി അവിടെ സായാഹ്നത്തിൽ പുസ്തക ചർച്ചകൾ നടത്തണം. എങ്കിൽ മാത്രമേ ഈ പുസ്തകത്തിനെ കുറിച്ച് കൂടുതൽ എനിക്കറിയാൻ നമുക്കെല്ലാം മനസ്സിലാക്കാൻ. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരും എൻ്റെ ഗുരുക്കന്മാരാണ്. നിങ്ങളൊക്കെ തന്നെ പിന്നെ ഇവിടെ എത്തിച്ചേർത്ത മുഴുവൻ ആൾക്കാർക്കും എല്ലാവരും നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പുസ്തക പ്രകാശനത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ കടപ്പാടും ഒപ്പം നിന്നുകൊണ്ട് ഞാൻ നിർത്തുകയും ചെയ്തിരിക്കുന്നു.